7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വൈത്തിരി പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒരു മാസത്തിനകം നടക്കും. ഇതോടെ വർഷങ്ങളായി പഴയ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ നിന്നും പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷന് വലിയ ആശ്വാസമാകും. 2018-ലെ പ്രളയത്തിനിടെ ഉണ്ടായ മണ്ണിടിച്ചിലിലാണ് വൈത്തിരി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ അവിടെ നിന്നും ഒഴിപ്പിച്ചു. തുടർന്ന് സിഐയും എസ്ഐയും താമസിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളിലേക്കാണ് പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി മാറ്റിയത്. 60ഓളം പോലീസുകാർക്ക് വേണ്ടത്ര ഇടമില്ലാത്തതും മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നതുമായ ഈ കെട്ടിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടി വന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പൊതുജനങ്ങൾക്കും ഇത് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുന്നതിൽ ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മതിയുടെ നിരന്തരമായ ഇടപെടലുകൾ നിർണായകമായി. കെട്ടിട നിർമ്മാണം കൃത്യമായി മോണിറ്റർ ചെയ്യുകയും സംബന്ധിതമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതോടെ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോയി. ഹയർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ വിഷയമെത്തിച്ച് സ്റ്റേഷൻ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും ഈ ഇടപെടൽ സഹായകമായി. സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ നേരിട്ടുള്ള മേൽനോട്ട ചുമതല ജില്ലാ പോലീസ് മേധാവി കൽപ്പറ്റ ഡിവൈഎസ്പി ഷൈജു PL-നെ ഏൽപ്പിച്ചിരുന്നു. നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കൃത്യമായ മോണിറ്ററിംഗും സ്ഥിരമായ ഇടപെടലുകളും നടത്തി പദ്ധതി ഭംഗിയായി കൈകാര്യം ചെയ്തു. വൈത്തിരി ഇൻസ്പെക്ടർ പ്രശാന്ത് RN, സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹകരണവും പരിശ്രമവും പദ്ധതിക്ക് ശക്തമായ പിന്തുണയായി. പണി പൂർത്തിയാക്കുന്നതോടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകും. ഇതോടെ വൈത്തിരി മേഖലയിലെ പോലീസ് സേവനം കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാകുമെന്നാണ് പ്രതീക്ഷ. ക്യാമറാമാൻ അൻസിൽ വൈത്തിരിക്കൊപ്പം പൂജ കൃഷ്ണ, വൈത്തിരി ലൈവ്.